ഹായ് മകളെ, പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ മോട്ടിവേഷൻ വീഡിയോ ഒന്നുമില്ലേ എന്ന് പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട്. 3 ആളുകളുടെ കഥ, അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഈ 3-ൽ എല്ലാ ആളുകളിൽ നിന്നും ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തു വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനും എന്തിനുമുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ പേര് ഷാഹിദ് റംസാൻ. ഞാനിവിടെ പറയാൻ പോകുന്നത് 3 ഒളിമ്പിക്സ് താരങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തെ ലിസ്റ്റിലുള്ളത് നെതർലാൻഡുകാരിയായിട്ടുള്ള ഫെംകെ ബോൾ എന്ന് പറയുന്ന ഒരു അത്ലറ്റിനെ പറ്റിയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്കാരിയായിട്ടുള്ള വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന മറ്റൊരു അത്ലറ്റാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തുർക്കിക്കാരനായിട്ടുള്ള 52 വയസ്സുകാരനായിട്ടുള്ള യൂസഫിനെ പറ്റിയാണ്. 3 ആളുകളിലും ഓരോ പ്രത്യേകതകളുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് ബോൾ എന്ന് പറയുന്ന അത്ലറ്റിൽ നിന്നും തുടങ്ങാം. എന്താണ് ബോളിൻ്റെ പ്രത്യേകത? 2023 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ, അതായത് വിജയിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് 4x400 റിലേയിൽ ആ വിജയിക്കുന്ന വരയുടെ തൊട്ടു മുന്നേ ആയിട്ട് അവർ അടിപതറി വീണു പോവുകയാണ്. ആ നിമിഷം വരെ 1-ാം സ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർ എന്ത് ചെയ്യുകയാണ്? വീണതിന് ശേഷം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. സോ അവിടെ നിന്ന് അവർ വിട്ടുകൊടുത്തില്ല. വർഷം 1 കഴിഞ്ഞു. 2024 ഒളിമ്പിക്സിൽ അവർ 4x400 റിലേയിൽ അവസാന ഓട്ടത്തിൽ തന്നെ ഗോൾഡ് മെഡൽ നേടി. ആ ടീം തന്നെ ഗോൾഡ് മെഡൽ നേടി. അതോടൊപ്പം ഏറ്റവും അവസാനം ഓടിയതും ഇവർ തന്നെയായിരുന്നു. അതായത് താൻ വീണു പോയെടുത്തിരുന്നു, അതിന് മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് അവർ പിറ്റേത്തെ വർഷം അവരത് ക്രാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ നിന്നും എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. കാരണം 3 ആളുകളിൽ നിന്നും 3 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് വിനേഷ് ഫോഗട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ അഭിമാനമായിട്ട് മാറിയ, എല്ലാ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുള്ള ആ ഇന്ത്യക്കാരി. എന്താണ് വിനേഷ് ഫോഗട്ടിൻ്റെ പ്രത്യേകത? 2023 എനിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും അതോടൊപ്പം തന്നെ അങ്ങനെ ജയിലിൽ അടക്കപ്പെടുകയൊക്കെ ചെയ്തുപെട്ട ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു അത്ലറ്റാണ് ഇവർ. അതിനുശേഷം പൊരുതി നേടിയൊരു വിജയം. ഈ പൊരുതലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 5 വർഷമായിട്ട് ഇതുവരെ ആരും തോൽപ്പിക്കാത്ത 82-0 വേൾഡ് റെക്കോർഡ് ഇട്ട ഒരാൾ. അവരെ ആദ്യം 2-0 അവർ മുന്നിട്ടു, അതായത് എതിരാളി മുന്നിട്ടുന്ന സമയത്ത് 3-2 വിജയിച്ച് കയറിയ ഒരാളാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. അതായത് വലിയൊരു ചരിത്രം. അതായത് ഇത്രയും കാലം ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു എതിരാളിയെ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തി. നിർഭാഗ്യവശാൽ അവരുടെ 100 ഗ്രാം കൂടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും വലിയ വിജയമാണ് ഇന്നും ഭാരത മനസ്സിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അത് നമുക്കൊരിക്കലും തകർക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ മുന്നിൽ അവർ വിജയിച്ചവരായിട്ട് തന്നെയാണ് നമ്മൾ അവരെ കാണുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് 52 വയസ്സുകാരനായിട്ടുള്ള ഒരു തുർക്കിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ്. അതായത് ഒരുപാട് യുവാക്കളൊക്കെ പങ്കെടുക്കുന്ന ഷൂട്ടിംഗ് മത്സരമാണ്. നിങ്ങൾക്കറിയാം, ഒരു ഷൂട്ടിങ്ങിന് നിങ്ങൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നു പോകും. അതായത് ഒരു കണ്ണടയൊക്കെ വെച്ച് നല്ല കൃത്യമായിട്ടുള്ള കണ്ണടകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഷൂട്ട് ചെയ്യാറുള്ളത്. അത് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൗണ്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെവിയിലൊക്കെ പഞ്ഞും കോട്ടനും കാര്യങ്ങളൊക്കെ തിരികാറുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് എല്ലാ സെറ്റപ്പിലും എല്ലാവരും ഷൂട്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഈ 52 വയസ്സുകാരൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം ചെയ്തത് പോക്കറ്റിൽ ഒരു കൈ ഇട്ടുകൊണ്ട് അദ്ദേഹം സാധാരണ കണ്ണട, അദ്ദേഹം വെക്കുന്ന അതേ കണ്ണട വെച്ചുകൊണ്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ വെള്ളി മെഡൽ കിട്ടുകയാണ്, 2-ാം സ്ഥാനം. പക്ഷേ ലോകത്തിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പരസ്യം വന്ന സമയത്ത്, അദ്ദേഹം ഇങ്ങനെ നേടിയെന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ #, ഇങ്ങനെയായിരുന്നു: ഈ ഒരു മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ആളാര് എന്ന് അറിയില്ലെങ്കിൽ പോലും സിൽവർ മെഡൽ നേടിയ ഇദ്ദേഹം ആരാണെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്ന തലക്കെട്ടായിരുന്നു. ഇത് തന്നെയാണ് അദ്ദേഹത്തെ ഇതിൽ നിന്നും സ്പെഷ്യലാക്കുന്നത്. മക്കളെ, ഈ 3 ആളുകളിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ ആൾ ഫെംകെ ബോൾ ഒരു തവണ അടിപതറി വീണു, പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മാക്സിമം അതിൽ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ പിറ്റേ വർഷം തന്നെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന ടീമിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ഏത് ക്ലാസ് ആവട്ടെ, ആദ്യത്തിലൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ കുറച്ച് ബേക്കിലാണെങ്കിൽ പോലും, പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ്, അതിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്
നിങ്ങളെ മുന്നോട്ടെത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം മറ്റു കുട്ടികൾക്കുള്ളതാണ്. അതായത് നമ്മുടെ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തു സാർ, എൻ്റെ മാക്സിമം ഞാൻ പഠിച്ചു സാർ, പക്ഷേ എന്നിട്ടും എനിക്ക് വിചാരിച്ചത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഈ വിനേഷ് ഫോഗട്ടിനെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് അവർ വിജയിക്കുന്ന സമയത്ത് 100 ഗ്രാം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ മനസ്സിലേറ്റുന്ന ഒരു വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് വിനേഷ് ഫോഗട്ടാണ്. കാരണം അത് പൊരുതി നേടിയതാണ്. അവർക്ക് വിജയിക്കാൻ ആയിട്ടില്ല എങ്കിൽ പോലും, അതായത് ഫൈനൽ റൂളിൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിൽ അവർ വിജയിച്ചതാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് എപ്പോഴും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെടുത്ത എഫേർട്ട് തന്നെയാണ്. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയട്ടെ. മൂന്നാമത്തെ കാര്യം ഈ 52 വയസ്സുകാരനുണ്ടായിരുന്ന കോൺഫിഡൻസ് ആണ്. നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. അവർക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹത്തിന് അത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു സിൽവർ മെഡൽ നേടാൻ കാരണക്കാരനാക്കിയത്. നമ്മൾക്ക് എത്രത്തോളം കഴിവുണ്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ആ കഴിവിൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 3 ആളുകളെയും മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾ എപ്പോൾ തോറ്റു പോവുകയാണെങ്കിലും ഇവരിൽ ഒരാളെ നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങൾ ഏത് ക്ലാസ് ആവട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും അടിപൊളിയായിട്ട് കൃത്യമായിട്ട് ഫോക്കസോടുകൂടി നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് ഉറപ്പ് വരുത്താം. അത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. ഇതൊരു പ്രൊമോഷൻ്റെ വീഡിയോ അല്ല. പകരം നിങ്ങൾ തളർന്നു പോയി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചു ഉയർത്താൻ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിത് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. താഴെക്കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലലേണി. ബൈ.